16 വയസ്സായ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി, ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയായ ഒരു മുസ്ലിം യുവാവിനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് MP ഗോവിന്ദനും ശിവൻകുട്ടി, AA റഹീം. ഇതൊക്കെ കേസുകളായി മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു. കുട്ടിക്ക് 16 വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് ബോധ്യം വന്നു. ഈ കൈപിടിച്ചു കൊടുത്തവരെയും ആശീർവദിച്ചവരെയും കൂടെ നിന്നവരെയും എല്ലാം പിടിക്കും. ഇപ്പോൾ വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം, ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ഈ ഫർഖാൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ വന്ന് പറയുകയാണ്, മൊണാലിസയെ കാണാനില്ല. എവിടെ പോയെന്നോ എവിടെ വെച്ചാണ് കാണാതായതെന്നോ എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചൊന്നും ഇയാൾ പറയുന്നില്ല. ഒരു സെക്കൻഡ് മിന്നി മാഞ്ഞു പോകുന്ന വീഡിയോയിൽ ഇയാൾ പറയുന്നു മൊണാലിസയെ കാണാനില്ല. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ തീർത്ത് കാണും. തന്നെ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഇത് വാർത്ത ചർച്ച ചെയ്യുമ്പോഴും അത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അതായത് വിദ്യാഭ്യാസമില്ലാത്ത, മാർഗമില്ലാത്ത, ഈ ലോകത്തോട് വലിയ വിവരമില്ലാത്ത, അവരുടെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന ആദിവാസി ഗോത്രങ്ങളിലുള്ള ഒരു പെൺകുട്ടി. അവർക്ക് അവരുടേതായ ചട്ടക്കൂട്, അവരുടേതായ രീതികൾ, അവരുടേതായ ആചാരങ്ങൾ എല്ലാം ഉണ്ട്. അത് ഏറ്റവും വലിയ വലിപ്പത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ആൾക്കാർ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് വൈറലായപ്പോൾ ഈ പെൺകുട്ടി കച്ചവടം ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം. അത് മാല കച്ചവടം ചെയ്യാൻ നിൽക്കുന്നത്, ആ മാല കച്ചവടം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് വൈറലായപ്പോൾ ആ പെൺകുട്ടി ആരോ ലക്ഷ്യം വെച്ചു, അതിൻ്റെ പുറകിൽ നിൽക്കുന്നു, അതിനെ അപായപ്പെടുത്താനാണ് എന്നുള്ള ഭയം മുഖേന ആ പെൺകുട്ടി അന്ന് അവിടുന്ന് കടത്തിക്കൊണ്ടു പോയതാണ് അവരുടെ ബന്ധുക്കൾ വന്നിട്ട്. ഈ പെൺകുട്ടിയെയാണ് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൽ വരുന്നു, ഒരു പുരുഷന്റെ കൂടെ അച്ഛനും മകളുമാൻ തോന്നത്തക്ക രീതിയിലാണല്ലോ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും ഫർഖാൻ അവനുമായിട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനു വന്നു? കേരളത്തിൽ വന്നു ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ മുസ്ലിം ആയതുകൊണ്ട് മധ്യപ്രദേശിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നടക്കത്തില്ല, അവിടെ മൊത്തവും ഏതാണ്ട് വർഗീയ ധ്രുവീകരണം ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ മാന്യമായി നടക്കുന്ന ഒരു ഇടമല്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അവകാശങ്ങളൊന്നും അവിടുത്തെ ഭരണാധികാരികൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. അത്ര നിഷ്ഠൂരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ കേരളം ഇതിനൊക്കെ പ്രാപ്തമായിട്ടുള്ള സ്ഥലമാണ്, യോഗ്യമായിട്ടുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ മതേതരത്വം ഒക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഇടമാണ്, അതുകൊണ്ട് വന്നതാണെന്നുള്ള രീതിയിലേക്ക് ഇവിടെ വരുന്നു. ഇതൊന്നും ഇവർ പറയുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. അപ്പം അതിൻ്റെ പുറകെ ഈ പെൺകുട്ടിയെ താലോലിച്ച് അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുന്ന മാതാപിതാക്കൾ ഓടി വരുന്നുണ്ട്. എൻ്റെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വരികയാണ്, എൻ്റെ പെൺകുട്ടിയെ, അതിന് ഇത്ര 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതിന് വകതിരിവുണ്ടാകുന്ന പ്രായമായിട്ടില്ല, അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്ക് തടയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ശക്തികളുടെ സ്വാധീനം കൊണ്ട് അതിനെ കടത്തിയതാണ്, അതിന് 16 വയസ്സേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകെ അതിൻ്റെ മാതാപിതാക്കൾ ഈ കേരളത്തിൽ വന്ന് ഉറക്കെ പറയുമ്പോഴാണ് ഇവർ ഒരു വ്യാജ സത്യം. ഇപ്പം നമ്മൾ ഇന്നലെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പറയുന്നതും CPMകാർ പറയുന്നതും, അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ പഞ്ചായത്തിൽ പരിശോധിച്ചെന്ന് പറയുന്നതും അമ്പലത്തിൽ പരിശോധിച്ചെന്ന് പറയുന്നതുമായിട്ടുള്ള രേഖയിൽ ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് ഉണ്ടെന്ന് പറയുന്നു. 18 വയസ്സ് ഉണ്ടെന്ന് പറയണമെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കണ്ടേ? ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാജരേഖ ഉണ്ടാക്കണ്ടേ? അപ്പോൾ വളരെ കൃത്യമായിട്ട്, അപ്പം ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം ഞാൻ കണ്ട 5ാമത്തെ വയസ്സിലെടുത്ത ആധാർ കാർഡ് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് 18 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ, അപ്പോൾ ഗോവിന്ദൻ മാഷ് കള്ളം പറയണമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എത്ര ആയാലും അല്ല, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പം പരിശോധിച്ചപ്പോൾ ആ കാർഡ്, ആ ഐഡന്റിറ്റി കാർഡ് ഈ പെൺകുട്ടിക്ക്, നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റും, ഈ പെൺകുട്ടിക്ക് 18 വയസ്സില്ലാത്തെന്ന് മനസ്സിലാക്കി ഒരു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി എന്ന് വേണമല്ലോ കരുതാൻ. ഈ പറയുന്നവൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുന്നവൻ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പുറയിൽ വന്ന് പറയുന്നു എൻ്റെ മകൾക്ക് 16 വയസ്സേ ഉള്ളൂ, ഇത് ലവ് ജിഹാദാണ്, തട്ടിക്കൊണ്ട് പോകലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കല്യാണമാണ്, ഇതിൻ്റെ പുറകിൽ വല്ലാത്തൊരു പ്ലാനിങ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാക്കുന്ന രീതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നു
ഇവിടെ വന്നപ്പം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പം സുപ്രീം കോടതിയും അല്ലെങ്കിൽ മധ്യപ്രദേശ് കോടതിയും ഒക്കെ ഇടപെട്ടുണ്ട്. അല്ലെങ്കിൽ പട്ടികജാതിയാണ്, പട്ടിക വിഭാഗമാണ്. ഇത് കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്തിട്ടുള്ളതാണല്ലോ. പട്ടികവിഭാഗം കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കേസെടുത്ത് പട്ടികജാതി ആയാലും പട്ടികവിഭാഗം ഏതായാലും കുഴപ്പമില്ല. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്. അതായത് ആദിവാസി, അതായത് വല്ലാത്ത അവർക്ക് പ്രത്യേക സംരക്ഷണമുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന പോലും അനുശാസിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല രീതിയിലുള്ള സംരക്ഷണവുമുള്ള പ്രത്യേക വിഭാഗമാണ് ആദിവാസി ഗോത്ര വിവാഹം എന്ന് പറയുന്നത്. അപ്പം വിവാഹം എന്ന് പറയുന്നത് അപ്പം അവർക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംരക്ഷണം ഉണ്ടല്ലോ. അപ്പം ഇവിടെ വന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ഈ പറയുന്ന ഒരു പാർട്ടി, ഇവിടെ ഭരിക്കുന്ന പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി, ഇവർ കല്യാണം നടത്തി കൊടുത്തത് മാന്യമായിട്ട് വേണ്ടേ? അതായത് ചതിയാണ് ഈ പെൺകുട്ടിയോട്. ഞാൻ ആദ്യമേ പറഞ്ഞത് തൊട്ടാണ്, ചതിയാണ് ഈ പെൺകുട്ടിയോടും ഇവരുടെ കുടുംബത്തോടും ചെയ്തത്. അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോഴും പറയുന്നുണ്ട് കേരള സ്റ്റോറി ഇതാണെന്ന്. ആര് പറയുന്നു? ബിനോയ് വിശ്വം പറയുന്നു. അത് ആവർത്തിക്കുന്നു CPMകാർ. ശിവൻകുട്ടി ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ കൊല്ലം ജില്ലാ സെക്രട്ടറിയും രാജ്യസഭ MP ആയിട്ടുള്ള റഹീം ആവർത്തിക്കുന്നു. ഇതാണോ കേരള സ്റ്റോറി? ബിനോയ് വിശ്വത്തിന് ഒരു മോളുണ്ടെങ്കിൽ ഇതുപോലെ വിശ്വവിവാഹം നടത്തി ഇതുപോലെ എവിടെയെങ്കിലും വരുന്നവർ അവരുടെ മക്കളോടാണ് അവർ കേരള സ്റ്റോറി കാണിക്കേണ്ടത്, അല്ലെ വല്ലവരും ഉണ്ടാക്കിയ മക്കളോടല്ല. അത് കാണിക്കത്തില്ലല്ലോ. ബിനോയ് വിശ്വത്തിന്റെ കുടുംബത്തിനകത്തോട്ട് കയറി എത്ര കമ്മ്യൂണിസം ഉണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി, അന്നേരം മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന വെളിയിലുള്ളവരെ ഉദ്ധരിക്കാൻ നിൽക്കുന്ന ബിനോയ് വിശ്വം പിള്ളേരെ പഠിപ്പിക്കുന്നത് എവിടെയാണ്, അവരുടെ ഫാമിലി ഏത് ഡെക്രോയിലാണ്, ഏതെല്ലാം കാര്യത്തിലാണ് അവർ നിൽക്കുന്നത്, ഏത് രീതിയിലാണ് ഇവരുടെ പോക്കെന്നുള്ള കാര്യം അത് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തി കൊടുക്കുമ്പോൾ റഹീം മിശ്രവിവാഹം നടത്തിയിട്ടുള്ള ആളല്ലേ? റഹീമിന് അറിയാമല്ലോ എങ്ങനെയാണ് ഇതുപോലുള്ള രണ്ട് ജാതിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കുന്നതിൻ്റെ നിയമമുള്ളപ്പോൾ ഹിന്ദുവിന് നിയമമുള്ളപ്പോൾ രണ്ട് ജാതിയിലുള്ള ആൾക്കാർ മിശ്രവിവാഹം എന്ന് പറയുന്നത് എവിടെ വെച്ച് നടത്തണം? അല്ലെങ്കിൽ അതിന് നിയമപ്രാബല്യം ഇല്ല എന്ന് അയാൾക്കറിയാമല്ലോ. അയാൾ വക്കീലും കൂടെ ആണല്ലോ, അയാൾ PhD കാരനും കൂടെ ആണല്ലോ, ഇംഗ്ലീഷിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളാണല്ലോ. അപ്പം ഈ കല്യാണം അവിടെ കൊണ്ടുവച്ച് സ്ഥിരമായിട്ട് എനിക്കറിയാം, നമ്മുടെ അവിടെ അടൂര് CPM ഒക്കെ ഇങ്ങനെ കല്യാണം നടത്താറുണ്ട്. ഇതിനു വേണ്ടി ഒരു അമ്പലം തന്നെ ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് എനിക്ക്, അല്ലെങ്കിൽ CPM ഫേവറേറ്റ് എവിടെ കൊണ്ടുവന്നാലും ഇതുപോലെ മിശ്രോ അല്ലെങ്കിൽ കല്യാണം പ്രത്യേകിച്ച് പ്രേമിച്ചൊക്കെ ഇറങ്ങി വീട്ടുകാർ ആ കല്യാണം പാർട്ടി ഇടപെട്ട് നടത്തി കൊടുക്കുന്ന അമ്പലത്തിൽ കൊണ്ടുവച്ച് നടത്തി കൊടുക്കും. നമ്മുടെ വിളിച്ച് പറഞ്ഞാൽ അമ്പലത്തിൽ നടത്തി കൊടുക്കും. ഇതുപോലുള്ള അമ്പലമായത്. പക്ഷേ ഇതിനകത്തൊരു തെറ്റുപറ്റി. ഈ പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ. രണ്ടാമത് ഈ വിവാഹം കഴിക്കുന്ന ഇത് ഹിന്ദുവും വിവാഹം കഴിക്കുന്നത് പുരുഷൻ മുസ്ലിമോ, ആ കല്യാണത്തിന് എവിടെ പോയാലും നിയമസാധ്യതയില്ല. ഇപ്പം ഇന്നലെ ഇവൻ ഈ പറയുന്ന വകുപ്പനുസരിച്ച് കേസെടുത്തപ്പോൾ പോസ്കോയാകുമ്പോൾ ബലാത്സംഗമാകുമ്പോൾ ഇവൻ അകത്തു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇവൻ ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് പറക്കി കെട്ടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സാധ്യത എല്ലാം പരിശോധിച്ചു. പക്ഷേ പോലീസ് വട്ടം നിൽക്കുന്നുണ്ട്, അവന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വരുന്ന വാർത്ത നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ധന്യ പറയുന്ന പോലെ ഈ പെൺകുട്ടിയെ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ചെന്നിട്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പേ മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ പറഞ്ഞു യാതൊരു കാരണവശാലും എന്തൊക്കെ പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാലും ഇവന്റെ ഇവിടെ ജാതി മാറ്റാതെ ഞങ്ങൾ ഇതിനകത്ത് കേട്ടത്തില്ല, ഇവൻ എവിടെ താമസിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് അവർ നിലപാടെടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ നിലപാട് അല്ലെങ്കിൽ ഇവനെ ഞങ്ങൾ പുറത്തുള്ളൂ, ആ നിലപാടിനോട് കൂടി അല്ലെങ്കിൽ അവരുടെ നിലപാടിന് എതിരായിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള തീരുമാനം എടുക്കാൻ ഈ പറയുന്ന പുരുഷൻ തയ്യാറാകുമെന്ന് അങ്ങ് വിശ്വസിച്ച് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഈ പെണ്ണിനെ കളയും. ഈ പെണ്ണിന് കഴിഞ്ഞ ദിവസം വന്നതനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ഏതൊക്കെ മേഖലയിൽ ചെന്നിട്ടുള്ളോ അവിടെ എല്ലാം ചൂഷണം ചെയ്തേക്കുക. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് സംവിധാനം കയറി പിടിച്ചെന്ന് പറയുന്നു. അതെ, ഇതിനെ കച്ചവടത്തിന് വേണ്ടി ഇറക്കിയതാണോ? അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുക്കത്തില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഇറക്കിയതാണ്. ഇപ്പം ഇവൻ പറയുന്നു ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന്. കാരണം അപായപ്പെടുത്തിയിട്ട് കാണാനില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഇവന് എല്ലാ രീതിയിലും നാളെ കാലത്ത് ഇവൻ വിചാരിച്ച രീതിയിൽ കൊണ്ടു നടന്ന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ അല്ലെങ്കിൽ പ്രാപ്തമായി കൊണ്ടു നടക്കാൻ പറ്റാതെ വരുമ്പോൾ അവനതിന് ആ ഒരു കാര്യം അങ്ങ് തീർത്ത് കളയുന്ന രീതിയിലേക്ക് ഇല്ലായ്മ ചെയ്ത് കളയുന്നതൊക്കെ ആലോചിച്ചുകൂടായില്ലല്ലോ. അതിനകത്ത് ഇപ്പം വരുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം വിളിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ കൂടെ പോവുക, ഇല്ല ലൂസിഫറിനകത്ത് പറയുന്ന കണക്ക് ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ട്രെയിൻ തട്ടി അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുമ്പിൽ കയറി മാനസിക സമ്മർദ്ദം കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ്. പല രീതിയിൽ അപായപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് ഒക്കെ വീണു, 1500 അടി താഴെ പോയി. ഇപ്പം അതിൻ്റെ എങ്ങനെ പോയി, ഏത് പോയി, എവിടെ പോയി, ആര് തള്ളിയിട്ടു എന്നുള്ളതിനെ പറ്റി ഇതുവരെ വ്യക്തതയില്ലല്ലോ. കാരണം ഇതുപോലെ
വ്യക്തത വരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആൾക്കാരെ അപായപ്പെടുത്താൻ പല സാധ്യതകളും പല രീതികളും ഉണ്ട് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത്. ഇപ്പം ഇവൻ്റെ ഈ പറച്ചിൽ മൊണാലിസ എന്തി, മൊണാലിസ അങ്ങനെ മാറിപ്പോകാൻ പറ്റുന്ന കക്ഷിയല്ലല്ലോ, മാഞ്ഞു പോകാൻ പറ്റുന്ന കക്ഷിയല്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടായ ഒരു പെൺകുട്ടിയാണ്. കാരണം ഈ പെൺകുട്ടി ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം ഉള്ള സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത് തന്നെ ഏതാ നമ്മുടെ കുംഭമേളയ്ക്കകത്തൂടെ. അതിനുശേഷം ഈ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രമാദമായിട്ടുള്ളൊരു കേസാകുന്നു. ഇതിൻ്റെ പുറകിൽ പ്രത്യേക ഒരു വിഭാഗം ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുന്നു അല്ലെങ്കിൽ ലവ് ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുന്നു, പ്രസക്തി ഉള്ളതായതുകൊണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം കല്യാണം നിയമപരമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യാതൊരു കാരണവശാലും നടത്താൻ പറ്റാത്തതാവുന്നു. ഈ പെൺകുട്ടി നമ്മൾ ഈ പറയുന്നത് പോലെ ഏറ്റവും സുരക്ഷിതമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഗോത്രവിഭാഗത്തിൻ്റെ ആളാകുന്നു. ഇപ്പോൾ അവൻ പറയുക പെൺകുട്ടിയെ കാണുന്നില്ല, അപ്പോൾ ഇവൻ്റെ കൂടെ പെൺകുട്ടി ഇല്ലായിരുന്നു. ഇവൻ്റെ കൂടെ നിന്ന് ആ പെൺകുട്ടി കാണാനില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ ഇവൻ അതിനകത്ത് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ ഒരു മാർഗവുമില്ലല്ലോ. കാരണം ഇതുപോലെ ഒന്നും അറിയാത്ത 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ലോക വിവരം അശേഷമില്ലാത്ത ഒരു പെൺകുട്ടി ഇവനെ മാത്രം വിശ്വസിച്ച് ഇവൻ പറഞ്ഞത് കേട്ട് ഇവൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ജീവിതം സ്വപ്നം കണ്ട് ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇവൻ്റെ ഭാഗത്ത് നിന്ന് മാറിപ്പോകാൻ ഒരു സാധ്യതയുമില്ല. മാറിപ്പോകണമെങ്കിൽ വീട്ടുകാരെടുത്തോട്ട് പോകണം. അവരിപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലല്ലല്ലോ. അവരും ഗോത്ര വിഭാഗമല്ലേ, അവർക്ക് ഇനി ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവരുടെ ജീവിതശൈലി, അവരുടെ ഗോത്രത്തിൻ്റെ ആചാരങ്ങളും ഒക്കെയാണ്. അതൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് അപായപ്പെടുത്തലുണ്ടാകാം. കാണുന്നില്ലെങ്കിൽ അതിനകത്ത് പ്രത്യേക താല്പര്യത്തോടു കൂടി അത്തരത്തിൽ ആ പെൺകുട്ടിയെ എവിടെയോ മാറ്റി നിർത്തുകയോ അപായപ്പെടുത്തുകയോ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ട് അത്തരത്തിലൊരു വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ പറഞ്ഞതുപോലെ മൊണാലിസയോട് കേരളത്തിലെ CPM ചെയ്തത്, അല്ലെങ്കിൽ റഹീം ചെയ്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോവിന്ദമാഷ് ചെയ്തത് കേരള സ്റ്റോറി അല്ല, ഒരു മര്യാദകേടാണെന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവച്ച് ഈ കല്യാണം നടത്തിയതിന് റഹീം നടത്തിയതുപോലെ നടത്തിയതിന് റഹീമിന് അറിയാമല്ലോ, റഹീമെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് നടത്തിയതിന് നിയമപ്രാബല്യമുണ്ടെന്ന്. അപ്പോൾ രജിസ്റ്റർ ഓഫീസ് വെച്ച് നടത്താത്തത് ഈ കല്യാണത്തിനകത്ത് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ യഥാർത്ഥ രേഖ നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥ രേഖ ഇല്ല എന്നുള്ളത് കൊണ്ടാണോ എന്നും വിചാരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ താല്പര്യങ്ങൾ മാത്രമാണ്. കൊണ്ടുവന്നവന് താല്പര്യം, കല്യാണം നടത്തിയവന് താല്പര്യം, അല്ലെങ്കിൽ മറ്റു പല സംവിധായകന് താല്പര്യം, മറ്റു പലർക്കും താല്പര്യം. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പെൺകുട്ടി അതിനെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും നിസ്സഹായകരായിട്ട് നോക്കി നിൽക്കുമ്പോൾ അതിനെ പിച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല.